50-ാം അധ്യായം 16-18 വരെയുള്ള സൂക്തത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് ആ കിതാബ് കയ്യിൽ കിട്ടുമ്പോ മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, എന്തൊരു കിതാബാണ് റബ്ബേ, എല്ലാ ചെറുതും വലുതും എല്ലാം ഇവിടെ റെക്കോർഡാണല്ലോ എന്നവൻ പറയും. 18-ാം അധ്യായം 49. അങ്ങനെ സൗഖ്യം ഉണ്ടാകണം, അല്ലാതെ ആവലാതിയും വേവലാതിയുമല്ല. ഹലക അന്നീ സുൽത്താനിയ, എന്റെ സുൽത്താനിയത്തൊക്കെ പോയല്ലോ, എന്റെ പ്രതാപമൊക്കെ പോയല്ലോ എന്ന് പറയുന്ന ഒരു മരണത്തെ എനിക്കും നിങ്ങൾക്കും ഭരിക്കാനുണ്ട്. നമ്മുടെ വീട് വിട്ട്, നമ്മുടെ രാജകൊട്ടാരം വിട്ട്, നമ്മുടെ സിറ്റ് ഔട്ട് വിട്ട് 6 അടി മണ്ണിലേക്ക് പ്രയാണം നടത്തുന്ന ഒരു ഘട്ടമുണ്ട്. അന്ന് മലക്കുകൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് നമ്മളോട് പറയണം, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ടട്ടോ, ദുഃഖിക്കണ്ടട്ടോ, ബേജാറാവണ്ട, സ്വർഗാണ്. അബിശ്റൂബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ. മറിച്ച് ഈ ദുനിയാവ് തന്നെ സ്വർഗം തീർക്കാൻ തീരുമാനിച്ചാല് മഹ്ശർ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാലിയ ട്രസ്റ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കമാലിയുടെ ട്രസ്റ്റിൽ എത്ര കോടികളാണ് വഞ്ചിച്ചത്. അനാഥകളുടെ പേര് പറഞ്ഞ് കാന്തപുരത്തുകാരൻ എത്രയെ സമ്പാദിച്ചത്, കോടികളിലാണ് കിടക്കുന്നത്. 7 ദീനാറ് അവസാനം കയ്യിലുള്ളത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദാനം ചെയ്ത് സ്വന്തം പടയങ്കി യഹൂദന്റെ വീട്ടിൽ പണയപ്പെടുത്തി കൈകളിലൊന്നുമില്ലാതെ മരിച്ചുപോയ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ലോകം കണ്ട ഏറ്റവും സ്വാത്വികനായ നബി ഈ ദുനിയാവിനോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേറിക്കിടക്കാരൊരു ചെറ്റക്കുടിലെ വാതിൽ ചാരി വെച്ചാണ് ആ പ്രവാചകൻ കിടന്നതെങ്കിൽ നൈസായിട്ടൊരു ചപ്പാത്തി പോലും കഴിക്കാൻ സൗഭാഗ്യം കിട്ടാതെയാണ് ആ പ്രവാചകൻ മരിച്ചുപോയിട്ടുള്ളതെങ്കിൽ, മുജാഹിദുകളെ, സുന്നികളെ, ജമാഅത്തുകാരെ, സമ്പന്നരെ നമ്മൾ ആലോചിക്കണം. എല്ലാം പരലോകത്തിന് വേണ്ടിയാണ്. അല്ലാഹ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്തിറങ്ങി സൂറത്ത് ആൽ ഇംറാനിലെ 92. അതിറങ്ങിയപ്പോ ഏറ്റവും വലിയ തോട്ടമായിരുന്നു ബൈറുവാഹ് തോട്ടം. ബൈറുവാഹ് തോട്ടം, ആ തോട്ടം ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്ത അബൂ ത്വൽഹത്തുൽ അൻസാരി സ്വർഗത്തിന്റെ മുൻനിരയിലാണ്. നമ്മളോ അള്ളാന്റെ ദേവത്തിന് ഒരു പ്രഭാഷണത്തിന് 5000 രൂപ യാചിച്ചിട്ട് കിട്ടണില്ല. നമുക്ക് കിട്ടണില്ല. നമ്മൾ കൈമ കെട്ടിയ വാച്ചിന്റെ വില എത്ര? 25,000. നമ്മളുടെ ഷൂവിന്റെ വില എത്ര? 2500. നമ്മൾ ധരിച്ച ഷർട്ടിന്റെ വില എത്ര? 10,000. അലക്കാൻ പറ്റില്ല. പരലോകമുണ്ട്. അതുകൊണ്ട് ഗൗരവമായി ഞാൻ പറയുന്നു, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അമിതമായൊരു സംഖ്യ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ അത് ബോധിപ്പിക്കപ്പെടും. ഹറാമായൊരു പണം വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ അത് ബോധിപ്പിക്കപ്പെടും. അതുകൊണ്ട് റബ്ബ് നമ്മളെ കാണുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ജീവനാഡിയേക്കാളും അടുത്ത എന്റെ റബ്ബ് എന്നെയും നിങ്ങളെയും കാണുന്നുണ്ട്. ആ റബ്ബിനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ആ റബ്ബിലാണ് നമ്മൾ തവക്കുൽ ചെയ്തത്. നേരെ മറിച്ച് ആരും കാണാനില്ലാത്തപ്പോ എന്തും തെറ്റ് ചെയ്യാ, പടച്ചോൻ എന്നെ കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അള്ള എന്നെ കാണുന്നു, അള്ള എന്നെ അറിയുന്നു, ഒക്കെ റെക്കോർഡാണ്. ഞാൻ നന്നാവേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ ജീവിച്ചാൽ ഞാനാണ് ഔലിയ. യാ അയ്യത്തുവൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. 89-ാം അധ്യായം 27-30 വരെയുള്ള സൂക്തമാണ്. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, സമാധാനത്തോടുകൂടി മടങ്ങിക്കോ, ശാന്തിയോടുകൂടി അല്ലാഹു യദ്ഊഹും ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവൻ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോ പലതും കാണുമ്പോ ഇതൊക്കെ വിട്ട് കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇന്ന് ഇബ്രാഹിം ഖലീൽ മസ്ജിദിൽ സുബൈക്ക് പങ്കെടുത്ത ഉള്ളാളത്തുകാരൊക്കെ ഉണ്ട്. ഇന്ന് സൂറത്ത് റഹ്മാനാണ് ഓതി അവസാനിക്കുന്നവരെ. ആ റഹ്മാന്റെ 2 ആയത്താണ്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം വിട്ടിട്ട് പോകേണ്ടി വരും. ഇതാ ഈ കാണുന്ന തൊട്ടടുത്ത് ഒരു 100 മീറ്റർ ബാക്കിലെ കടലിൽ ഒരൊറ്റ സുനാമി ഉണ്ടായാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഉള്ളാളത്തുകാരുടെ ജീവിതം. മറക്കണ്ട, ഈ കാണുന്ന സുനാമി എന്തിനാ 1.5 കിലോമീറ്റർ അകലെ, 1/2 കിലോമീറ്റർ പോലും ഇല്ല, ഇങ്ങോട്ട് വരും. അതൊന്ന് വെറുതെ കരക്ക് കയറിയാൽ സുനാമി ഉണ്ടായപ്പോ ഇന്തോനേഷ്യന്റെ രാജാവ് എന്താ പറഞ്ഞ, പ്രധാനമന്ത്രി, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല. അത്ര വലിയ സുനാമി ഉണ്ടായി. ഇതൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടതാ. എന്നിട്ട് നമുക്ക് വല്ല ഓർമ്മയുണ്ടോ നാളെ ഞാൻ മരിക്കും?
ആ മരണത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് എന്നെയും നിങ്ങളെയും നന്നാക്കുന്നത്. നമ്മൾ അള്ളാന്റെ ഔലിയാക്കളാകുന്നത്. അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുക, എന്നാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹ് നമ്മളെ കഴിയുകയില്ല. അള്ളാഹ് സമ്പത്ത് തരുന്നത് ഒരു സൗഭാഗ്യമാണ്. അത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് അബ്ദുറഹ്മാൻ ഔഫിനെ പോലെ റെക്കോർഡ് നേടാൻ, അതിന് അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. ആരോഗ്യം ചിലർക്ക് അള്ളാഹ് തരും, ആ ആരോഗ്യം ഉപയോഗിക്കും. അറിവ് ചിലർക്ക് അള്ളാഹ് തരും. അങ്ങനെ ഓരോരുത്തർക്കും അള്ളാഹ് തന്ന വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി അള്ളാഹ് നിനക്ക് എന്താണോ തന്നത് അത് നീ പരലോകത്തിന് ഉപയോഗിക്കാം. ഒരാൾക്ക് വാചാലമായി സംസാരിക്കാൻ, ഒരാൾക്ക് സർക്കാരിൽ നല്ല പിടിപാട്, അത് വെച്ചിട്ട് ഒരാൾക്ക് ഒരു സ്ഥലത്ത് പെർമിഷൻ വാങ്ങാൻ പറ്റും, ചെയ്താൽ മതി. അയാൾക്ക് പുണ്യുണ്ട്, അയാൾ ആ പണി ചെയ്യുക. ഒരാൾക്ക് 1000 രൂപയിൽ കൊടുക്കാൻ പറ്റും, അയാൾക്ക് അതേ പറ്റുള്ളൂ. നടക്കാനോ ഓടാനോ ഒന്നും പറ്റില്ല. അപ്പൊ അയാൾ പറഞ്ഞ അടുത്ത് 10 ലക്ഷം രൂപ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം, ദേവത്തെടുത്തിക്കൂടി. വേറൊരാൾ പറഞ്ഞു എനിക്ക് നോളജ് ഉണ്ട്, ഞാൻ വയലിറങ്ങോളാം, നിങ്ങൾ എന്നെ ബുക്ക് ചെയ്തോളൂ. അങ്ങനെ എല്ലാവരും കൂടെ കൂടിച്ചേർന്നതാണെന്ത് ഇസ്ലാഹി പ്രസ്ഥാനം. ആർക്കും പ്രത്യേകതയില്ല. ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ എനിക്കൊരു പ്രത്യേകതയില്ല. ഈ പ്രസംഗം സംഘടിപ്പിക്കുക ഒരാൾ 10 രൂപ കൊടുത്തെന്ന് വിചാരിച്ച് അതിലയക്കില്ല. നമ്മളൊക്കെ പലതുള്ളി പെരുവള്ളമാണ്. അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചലനം ഈ ഉള്ളാളം ഒരു നല്ല ഇസ്ലാമിക മഹല്ലായി ഭരണകൂടമായി മാറ്റാൻ നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്തോ അറിയില്ല, അങ്ങനെ വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അതിന് സൗഭാഗ്യം നൽകട്ടെ. അത്തരമൊരവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ, അത്തരമൊരവസ്ഥ ഉണ്ടാക്കാൻ, അതിൽ ജീവിക്കാൻ, അതിൽ ജീവിച്ച് മരിക്കാൻ, സ്നേഹമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ, എല്ലാം നിലനിൽക്കാൻ സർവാധിനാഥനായ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണമേ. നാദാ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി മരിപ്പിക്കണമേ റബ്ബേ. അമ്പിയാക്കളുടെ പാതയിലൂടെ ജീവിച്ച് ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യണമേ റബ്ബേ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ലോകത്തിന്റെ യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നാദാ മരിക്കുമ്പോ സ്വാലിയായി നീ ഞങ്ങളെ മരിപ്പിച്ച് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത്, നല്ല സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ തമ്പുരാനെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.